അതേപോലെ ഈ ഒരിക്കൽ നീ ചിരിച്ചാൽ അവസാനം സ്വർഗത്തിൽ ഞാൻ പോയാലും എൻ്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും എന്ന് പാടുന്നുണ്ട്. അത് സാറിൻ്റെ ആത്മാവുള്ളതായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ട്യൂണാണെങ്കിലും ഞാൻ ട്യൂൺ കിട്ടിയാൽ എൻ്റെ ഞാൻ ട്യൂൺ എഴുതിയ പാട്ടാണെങ്കിലും ഞാൻ എഴുതിയ പാട്ടാണെങ്കിലും ഒരുപോലെ ഹിറ്റ്. കാരണം സലിതായി ഞാൻ കൂടെ ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഞാൻ ഇളയരാജൻ കൂടെ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റ്. എന്തിന് ഞാൻ ട്യൂണിൽ ചെയ്ത ഡബ്ബിങ് പാട്ടുകൾ പോലും ഹിറ്റാണ്. ഡബ്ബിങ് പാട്ടെന്ന് പറഞ്ഞാൽ വാർമേഘ വർണ്ണൻ്റെ മാറിൽ മാലകൾ ഗോപികമാർ പൂമാലകൾ കാമിനിമാർ. അപ്പോൾ എല്ലാവരും പല ആളുകളും ഇത് കാർമേഘ വർണ്ണന്മാർ പാടും. അപ്പോൾ ഒരു കാർമേഘ വർണ്ണല്ലേ, വാർമേഘ വർണ്ണം എന്ന ഒരു. അപ്പോൾ ഞാനെന്ത് വാർമേഘം വാർമേഘം എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ മേഘം എന്നർത്ഥം. വാർ എന്നുള്ള വാക്ക് ഇതിനോട് സുന്ദരം എന്ന് ആയെന്ന് അർത്ഥം വരും. വാർമേഘം ചോദിക്കാൻ അവിടെ ഈ കഥാപാത്രം അഭിനയിക്കുന്ന നടൻ്റെ ചുണ്ടും വാ ഇങ്ങനെ വന്നിരിക്കുന്നത്. തെലുങ്കിൽ വാ എന്നുള്ള ഇങ്ങനെ വാ എന്നെടുക്കുമ്പോൾ കാ ചേരത്തില്ല. അതുകൊണ്ടാണ് വാ കൊണ്ടുവന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുപോലെ ഡബ്ബിങ് പാട്ട് എഴുതിയപ്പോൾ അതിനകത്ത് തെലുങ്ക് പാട്ടാണ്. അപ്പോൾ തെലുങ്ക് സംസ്കാരം അതിൽ വരരുത് മലയാളത്തിൽ വരുമ്പോൾ. ഞാനങ്ങനെ ചെയ്യും. അതുകൊണ്ട് അധികം ഡബ്ബിങ് എഴുതിയില്ല. ഈ വാർമേഘ വർണ്ണനെ മാറ്റിയ പോലെ ഞാൻ എന്ത് ചെയ്തു, പൂന്താന കവിതകളിൽ പൂമണായ പൂത്തവനെ. പൂന്താനം തെലുങ്കിലുണ്ടോ? പൂന്താനം തെലുങ്കില്ലല്ലോ. പൂന്താന കവി പൂന്താനം നമ്മുടെ മലയാളത്തിൽ നമ്മുടെ സ്വത്താണ് മഹാകവി പൂന്താനം. പിന്നെ ചെറുശ്ശേരി ഗാഥകളിൽ അലകളായി പുഴുങ്ങിയവനെ. അപ്പോൾ ചെറുശ്ശേരി പൂന്താനം വന്നപ്പോൾ അത് മലയാളം പാട്ടായി. ഇത് തെലുങ്കിൽ എടുത്താൽ ആരും പറയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ വിജയിക്കും. അതാണ് ഗുണം. ഇപ്പോൾ ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. ഇതൊരു അസാധ്യമായ ഭാവനയാണ്. കാരണം ചുംബനം കൊള്ളാനൊരുങ്ങി അവൾ ഇറങ്ങുകയാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചെമ്പകത്തൈകൾ പൂത്ത എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെയാണോ സങ്കല്പിച്ചേക്കുന്നത്? അവിടെ പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി പൊന്നമ്പിളി ഒരിക്കലും കിട്ടില്ല. പക്ഷെ എന്നാലും അത് ചുംബനം കൊള്ളാൻ ഒരുങ്ങി ഇറങ്ങി നടക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ഒരു കാര്യം, ഇപ്പം മഹാകവി വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ തെങ്ങിൽ നിന്ന് കോലോളം ദൂരത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ ഇത് വായിച്ചിട്ട് ചന്ദ്രനിൽ നിന്ന് നക്ഷത്രങ്ങൾ അകലം കോടാനുകോടി എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? അവിടെ ശാസ്ത്രമല്ല, കവിത വേറെയാണ്. അപ്പോൾ കാവ്യസങ്കല്പം എന്ന് പറയുന്നത് അതിന് ശാസ്ത്രമായിട്ട് ബന്ധമില്ല, അത് വേറൊരു. അപ്പോൾ നമ്മൾ കാഴ്ചയിൽ തൊട്ടടുത്ത് ചന്ദ്രൻ നിൽക്കുന്നു. ഇന്ന് ചന്ദ്രൻ വളരെ തൊട്ടടുത്ത് നിൽക്കുന്നു. അത് അദ്ദേഹം എഴുതിയത് തെങ്ങിൽ നിന്ന് കോലോളം ദൂരത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എഴുതി. അത് വിമർശിച്ചു എന്ന് പറഞ്ഞ പോലെ ചന്ദ്രൻ വെറും സാറ്റലൈറ്റ് അല്ലേ? സാറ്റലൈറ്റ് നക്ഷത്രത്തെ ചുംബിക്കാൻ പറ്റും. എന്ത് വിവരക്കാണ് ശ്രീമാൻ ഉപയോഗിച്ചെന്ന് ഉത്തരവില്ല. കാരണം നമ്മളതിനെ കാവ്യഭാവനയിലാണ് എഴുതുന്നത്. കാരണം മാനം നോക്കുമ്പോൾ ചെമ്പകപ്പൂ പൂത്തപോലെ ഈ അമ്പടി അതൊരു ചുംബനം പ്രതീക്ഷിക്കുകയാണ്. അതെ, ഇറങ്ങി അത് ചലിക്കുമ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മൂവായി തോന്നുമല്ലോ. അത് മൂവ് ചെയ്യുന്നതിൽ നമുക്ക് മൂവ് ചെയ്യുന്നല്ലോ റിലേറ്റീവായിട്ട്. അപ്പോൾ അത് ചുംബനം കൊള്ളാൻ ശ്രമിക്കുകയാണ്, ചുംബനത്തിന് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അത് ശരിക്കും കവിഭാവനയാണ്. അത് ശാസ്ത്രവും കവിഭാവനയും കൂടെ ചേരാൻ വലിയ പ്രയാസമാണ്. ഭാവന ആ രീതിയിൽ തന്നെ വായിക്കണം. ആ രീതിയിൽ തന്നെ വായിക്കണം. അതേപോലെ തന്നെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഈറൻമുഖിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ എന്നുള്ളതാണ്. അപ്പോൾ കണ്ണുനീരിൽ അവൾ ഓർമ്മകൾ പുഞ്ചിരിച്ചത്, അവൻ്റെ കണ്ണുനീരിൽ അവളുടെ ഓർമ്മകൾ പുഞ്ചിരിച്ചത്. ഈ പ്രണയ നൈരാശ്യത്തിൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ എൻ്റെ ഹൃദയത്തുടിപ്പുകൾ അതിൽ വരും. കാരണം എനിക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായ ഒരാളാണ് ജീവിതത്തിൽ. അതുപോലെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ പറയും ഞാനെല്ലാം മറന്നു, വേറെ കല്യാണം കഴിച്ചു, അങ്ങനെ ഒരിക്കലും ആദ്യ പ്രണയം നമ്മൾ മറക്കുന്ന കുറേ പച്ചക്കള്ളമാണ്. നമ്മൾ വേറൊരു സ്ത്രീയോട് ജീവിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, നമ്മൾ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷെ അതേ സമയത്തും വല്ലപ്പോഴും ഒരിക്കൽ അവളുടെ മുഖം വരും മനസ്സിൽ. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസ്. വല്ലപ്പോഴേ വല്ലപ്പോഴേ വരുള്ളൂ, അതും ചില ആംഗിളിനെ കാണാൻ പറ്റുള്ളൂ. ചിലരും ഇന്ദ്രധനുസ് എന്താ മിന്നല ഉള്ളിമിന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ വരുമെന്ന് വെച്ചു. അല്ല, ഇന്ദ്രധനുസ് മഴ വില്ലാണ്. ഇന്ദ്രൻ്റെ ധനുസ്, ഇന്ദ്രൻ്റെ വില്ല്, ഇന്ദ്രൻ ഉണ്ടാക്കുന്ന വില്ലെന്നാണ്. ഇന്ദ്രൻ ആണല്ലോ മഴയുടെ ദൈവം, ആകാശത്തേക്ക് അദ്ദേഹമാണ്. ഇന്ദ്രധനുസ് ഉപയോഗിക്കാൻ അത് തന്നെ കാരണം. മഴവില്ലെന്ന് പറഞ്ഞാൽ അതിന് ഭംഗി കിട്ടില്ല. ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ വല്ലപ്പോഴുമാണ് ഈ ഇന്ദ്രധനുസ് മേഘത്തിൽ മഴവിൽ വരുന്നത്. അതുപോലെ എൻ്റെ മനസ്സിൽ ഇതാ ഇന്ന് നിന്റെ മുഖം എൻ്റെ മനസ്സിൽ.
ഒരു കാര്യം കൂടെ ഞാൻ സങ്കല്പിച്ചു. ഇപ്പൊ ഇന്ദ്രധനുസ് ഇങ്ങനെ നിൽക്കുന്നത് പോലെ അവളുടെ പുഞ്ചിരി അവന്റെ കണ്ണുനീരിൽ ഇങ്ങനെ ഞാൻ കണ്ടു. അതെ, അങ്ങനെ കാണാം. കണ്ണുനീരിലാണ്. അതെ, ഇന്നും എൻ്റെ കണ്ണുനീരിലാണ് പുഞ്ചിരിക്കുന്നത്. കാരണം എപ്പോഴും ഡ്യൂ ഡ്രോപ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ പിന്നെ അതിൽ പ്രതിഫലനം വരും. നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വരികളിൽ തെളിയുന്നത്. അതുപോലെ തന്നെ സാറ് ഇംഗ്ലീഷ് കൂടെ കൈകാര്യം ചെയ്ത ചില പാട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. Let us sing the song of love. Let us play the tune of love. Let us share the pangs of love. വിങ്ങലുകൾ. അതെ. Let us wear the thorns of love. കാരണം പ്രണയം പലപ്പോഴും ഒരു മുൾ കിരീടമാണ്. അത് എടുക്കാനും വയ്യ, വെച്ചാൽ അത് തലമുറുകയും ചെയ്യും, നോവുകയും ചെയ്യും. അപ്പോൾ പുൽക്കിരീടം പലർക്കും ഒരു പ്രണയം പലർക്കും ഒരു മുൾക്കിരീടമാണ്. അതപ്പോൾ പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഇപ്പം ലെറ്റ് us sing the song of love, let us play the tune of love, let us share the pangs of love. അതിന് പ്രണയത്തിൻ്റെ വിങ്ങലുകൾ, പ്രണയത്തിൻ്റെ വേദനകൾ ഷെയർ ചെയ്യുക. ലെറ്റ് us wear the thorns of love. നീ പ്രണയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുൾക്കിരീടമാണത് എന്ന് അറിഞ്ഞിട്ട് എടുത്തായിരിക്കണം. അത് കൊള്ളാം. ഈ മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർക്കൊണ്ട് മലരോട് മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ, ഈ ആരാധകനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയാണോ എന്ന് ഉറപ്പില്ല. അതെ, പക്ഷെ അതിനകത്ത് ആരോ നിന്റെ മനസ്സിലുണ്ടെന്ന് നിന്നെ കാണുമ്പോൾ അറിയാം. മനോഹരി മനോരഥത്തിൽ മലരോട് മലർത്തൂവും മണിമഞ്ചത്തേരിൽ അതിനകത്തൊരു നിന്റെ മനസ്സിനകത്തൊരു ഒരു ഇതുണ്ട്, മഞ്ചമുണ്ട്. അതിലൊരുത്തം മയങ്ങുന്നുണ്ട്. അത് ഞാനാണോ, ഈ ആരാധകനാണോ എന്ന് ചോദിക്കുകയാണ്. അതെ അതെ. അതിൽ മറ്റൊരു വരി, അധരദളപുടം നീ വിടർത്തിയിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ അമരും. ഇത് ഒരു തരത്തിൽ അവളുടെ ചുണ്ട് വിടർത്തിയിട്ട് അവൻ ഉമ്മ വയ്ക്കുന്നതായിട്ട് കരുതാം. അതെ അതെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ശലഭമായി ഞാൻ അമരും എന്ന് പറഞ്ഞാൽ ഒരു ശലഭം, ഒരു പൂവിൽ ശലഭം എങ്ങനെ വന്നിരിക്കുന്നു അതുപോലെ എൻ്റെ ചുണ്ടുകൾ വരും, വന്ന് ചേരും എന്നർത്ഥം. എൻ്റെ അപ്പോൾ ചുണ്ടും ചേരുന്നത് തന്നെയാണ്, ചുണ്ടും തമ്മിൽ ചേരുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പരസ്യമായി പറയാതെ അത് കവിതയിൽ പറഞ്ഞു, ഗൂഢമായി പറഞ്ഞു. അതെ. അത് പിന്നെ മനോഹരിൻ മനോരഥത്തിൽ മലരൂട് മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ, ഈ ആരാധകനാണോ. അധരപുടം നീ വിടർത്തുമ്പോൾ അതൊരു മനോഹരമായ പൂവായിട്ട് മാറും. ആ പൂവിൽ വന്നിരിക്കുന്ന ശലഭമാകും എന്ന് പറഞ്ഞാൽ ഉമ്മ വയ്ക്കുന്ന അർത്ഥമുള്ളൂ. ചുണ്ടോട് ചേർത്ത് ചുണ്ടും ചേരുന്ന ചുംബനം. ഈ ചുംബനത്തെ കുറിച്ച് അത്യാവശ്യം എഴുതിയിട്ടുണ്ട് ഒരുപാട്. ശ്രീകുമാരൻ നമ്പിയുടെ ഈ വരികളിലൊക്കെ അശ്ലീലമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അശ്ലീലമില്ല, വല്ല അശ്ലീലം ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കാമം ഞാൻ എപ്പോഴും ഷുഗർ കോട്ടഡ് പിൽസായിട്ടേ കുറിച്ചിട്ടുള്ളൂ. പക്ഷെ കാമം പ്രേമത്തിൻ്റെ ഒരു ഭാഗമാണ്. കാമം പ്രേമത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ കാമത്തെ നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എല്ലാ ദിവസവും ദേവി ദേവി എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ എവിടെ പ്രണയം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സാറ് മുമ്പ് എഴുതിയിട്ടുണ്ട്, കണ്ണിൽ നോക്കി കണ്ണിൽ ദാഹം തീരുമോ, മധുര യൗവന ദാഹമേളകൾ മിഴിയിൽ മാത്രം ഒതുങ്ങുമോ, കണ്ണിൽ മാത്രം ഒതുക്കാൻ പറ്റും, പ്രണയം കണ്ണിൽ മാത്രം ഒതുക്കാൻ പറ്റും, ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ സത്യങ്ങൾ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റും.